നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പൂജയ്ക്ക് ഫലപ്രാപ്തി കിട്ടണമെങ്കിൽ വരൻ താലി കെട്ടിയ പെണ്ണ് തന്നെ വ്രതം എടുക്കണമെന്ന് പൂജാരി ആവർത്തിച്ച് പറയുന്നില്ലേ? വരൻ പ്രിയങ്കയുടെ കഴുത്തില് താലി കെട്ടിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോ പ്രിയങ്ക വ്രതം എടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? എത്ര പറഞ്ഞാലും നിന്റെ മനസ്സിൽ നിന്ന് അത് തൂത്തു തുടച്ച് കളയാൻ പറ്റുന്നില്ല അല്ലേടി? അനുജത്തിയുടെ കൂടെ ഒരു മുറിയിൽ ഉറങ്ങുന്നവനെ നീ മനസ്സിൽ വെച്ച് പൂജിക്കുന്നു. അതിനേക്കാൾ വലിയ വൃത്തികേട് ഈ ലോകത്ത് വേറെ എന്താടിയുള്ളത്? അമ്മേ, ദേവേട്ടൻ പരമേശ്വര സാറിന്റെ അടുത്തേക്ക് പോയിരിക്കാം. എപ്പോ വേണമെങ്കിലും തിരിച്ചു വരും. ഇവിടെ ഒരു വഴക്കുണ്ടാവരുത്. കേക്കട്ടെ, ദേവനെല്ലാം കേക്കട്ടെ. അത് വേണ്ടെന്ന് കരുതിയതുകൊണ്ടാ ഇവക്ക് ഇത്ര അഹങ്കാരം. ഇവളുടെ മനസ്സിലിരിപ്പ് എന്താന്നറിയുമ്പോ ദേവൻ തന്നെ ഇവളുടെ കഴുത്തിന് പിടിച്ച് വെളിയിൽ തള്ളു. അമ്മ ഇങ്ങ് വന്നേ. ഇതിപ്പോ നിൽക്കുന്നത് വേറൊരു വീട്ടിലായതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. തിരിച്ച് ആറ്റുവാശ്ശേരിയിലേക്ക് പോവല്ലോ. ഇതിന്റെ കണക്ക് ഞാൻ അവിടെ ചെന്ന് തീർത്തോളാം. അമ്മേ, ഇനിയിപ്പോ അവള് വ്രതം എടുക്കുകയാണെങ്കിൽ തന്നെ അതിലെന്താ തെറ്റ്? എന്താ തെറ്റെന്നോ? എല്ലാം അറിയാവുന്ന നീയാണോ ഈ ചോദിക്കുന്നേ? പൂജയ്ക്ക് ഫലപ്രാപ്തി കിട്ടണമെങ്കിൽ വരൻ താലി കെട്ടിയ പെണ്ണ് തന്നെ വ്രതം എടുക്കണമെന്ന് പൂജാരി ആവർത്തിച്ച് പറയുന്നില്ലേ? വരൻ പ്രിയങ്കയുടെ കഴുത്തില് താലി കെട്ടിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോ പ്രിയങ്ക വ്രതം എടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? രാധിക വ്രതം എടുക്കുന്നത് കൊണ്ട് വരണിന് ഗുണം ഉണ്ടാവുകയാണെങ്കിൽ എന്തിനമ്മേ തടയുന്നത്? അത് പ്രിയങ്കയ്ക്കും നല്ലതല്ലേ? വരുണിന്റെ ദീർഘായുസ് അമളല്ലേ അനുഭവിക്കുക. ആ എന്തെങ്കിലും ചെയ്യും. പക്ഷെ ഈ പൂജയോടെ നിർത്തിക്കൊള്ളണം. അത് കഴിഞ്ഞു അവനെ മനസ്സിൽ കൊണ്ടു നടക്കാനേ അവളുടെ ഉദ്ദേശമെങ്കിൽ ചിലപ്പോ ആരും അറിയാതെ കഴിക്കുന്ന ആഹാരത്തിൽ എന്തെങ്കിലും ചേർത്ത് കൊല്ലും ഞാനവളെ. സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കാനുള്ള അവകാശം എനിക്കില്ല. പക്ഷെ അത് കെട്ടിയ ആളിനെ സംരക്ഷിക്കണം. വരുണിന്റെ ജീവിതത്തിന് എന്തെങ്കിലും ആപത്തുണ്ടെങ്കിലും എന്റെ ആയുസ്സെടുത്ത് പകരം കൊടുത്താലും കുഴപ്പമില്ല ഭഗവാനെ. കാക്കണേ ഭഗവാനെ. ഹലോ ശരത്. പ്രിയങ്കേ, ഞാനും നമ്മുടെ പുതിയ ഡയറക്ടറും അഡ്വക്കേറ്റും പുറത്തുണ്ട്. താൻ പെട്ടെന്ന് വാ. ശരത്തെ, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വലിയൊരു പൂജ നടക്കുക. ഇവിടെ നിറച്ചു ആൾക്കാരുണ്ട്. എടോ, പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ രാത്രി തന്നെ അവരെയും കൂട്ടി ഇങ്ങോട്ട് വന്നേ. താൻ എങ്ങനെയെങ്കിലും ഒന്ന് വരാൻ നോക്ക്. ശരി, നിങ്ങൾ അവിടെ കുറച്ചേരം വെയിറ്റ് ചെയ്യും. ഞാൻ ഇവിടുത്തെ സിറ്റുവേഷൻ ഓക്കെ ആണോ നോക്കട്ടെ. ശരി. എന്തായാടോ? പ്രിയങ്ക എപ്പോ ഇങ്ങെത്തും? നമുക്ക് പരിചയമില്ലാത്ത സ്ഥലമാ. രാത്രി നമ്മളിവിടെ നിൽക്കുന്ന കണ്ട് ആരെങ്കിലും ചോദ്യം ചെയ്യാൻ വരൂ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം സാറേ. ഒട്ടും ധൈര്യമില്ലെങ്കിൽ ഞാനിതിനൊക്കെ ഇറങ്ങി തിരിക്കില്ലല്ലോ. പ്രിയങ്ക വരുന്നുണ്ട്. പ്രിയങ്ക, ഇതാണ് നമ്മുടെ പുതിയ ഡയറക്ടർ. പേര് ജോൺസൺ ആന്റണി. ഹലോ. ഹലോ സർ. ഇത് നമ്മുടെ അഡ്വക്കേറ്റ് ഹരിദാസ്. ഹായ്. ജോൺസൺ സാറിന്റെ കയ്യില് ഒരു സൂപ്പർ സ്റ്റാറിന്റെ ഡേറ്റ് ഉണ്ട്. സ്ക്രിപ്റ്റ് എല്ലാം പറഞ്ഞ് ഓക്കെ പറഞ്ഞ് വെച്ചിരിക്കുകയായിരുന്നു.
ഓൾറെഡി പ്രൊഡ്യൂസറും കമ്മിറ്റഡ് ആയിരുന്നു. ശരത്തിന്റെ ഒരു പഴയ ചങ്ങാതിയുണ്ട്. ഇവന്റെ നിർബന്ധം കൊണ്ടാണ് കമ്മിറ്റഡായ പ്രൊഡ്യൂസറോട് ഞാൻ നോ പറഞ്ഞത്. അറിയാലോ. ആം, അല്ല സാർ, ബഡ്ജറ്റ് എത്രയാണെന്ന് അറിയാതെ തന്റെ കയ്യിലുള്ള പണം കൊണ്ടൊന്നും പടം തീരില്ല. പക്ഷേ സൂപ്പർ സ്റ്റാറിന്റെ പടമായതുകൊണ്ട് ഫിനാൻസ് നമുക്ക് അറേഞ്ച് ചെയ്യാം, അല്ലേ സാർ? അതെത്ര വേണമെങ്കിലും പറ്റും. ആം, അതല്ല സാർ, വേറൊരു കാര്യം കൂടിയുണ്ട്. ഞാൻ ഈ പടം പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചത് അതെനിക്കറിയാം. ശരത് എന്നോട് വിശദമായി എല്ലാം പറഞ്ഞിട്ടുണ്ട്. പ്രിയങ്കയ്ക്ക് ഹീറോയിൻ ആവണം, അല്ലേ? യെസ് സർ. അതിലൊരു വിട്ടുവീഴ്ച ചെയ്യാൻ എനിക്ക് പറ്റില്ല. ഞാൻ സബ്ജക്ട് സംസാരിച്ചു വെച്ചിരുന്നത് ആർട്ടിസ്റ്റ് സംഗീതയോടാണ്. അറിയാലോ അവരെ. അവരിപ്പോ തമിഴും തെലുങ്കും ഒക്കെ ആയിട്ട് ബിസിയാണ്. അവര് ബിസി ആയിക്കോട്ടെ സാർ. ഈ പടത്തിലെ ഹീറോയിൻ പ്രിയങ്ക മതി. പിന്നെ പ്രിയങ്ക, നമ്മുടെ പ്രൊഡക്ഷൻ കമ്പനിയുടെ കാര്യത്തില് അഡ്വക്കേറ്റ് എന്തോ പറയാനുണ്ട്. വേറെ ഒന്നുമില്ല പ്രിയങ്ക. ഓൾറെഡി നിങ്ങളൊരു കമ്പനി രജിസ്റ്റർ ചെയ്ത കാര്യം ശരത് എന്നോട് പറഞ്ഞു. അത് കണ്ടിന്യൂ ചെയ്യേണ്ടെന്നാ ഞാൻ പറഞ്ഞത്. അതിന് ചില നിയമവശങ്ങളുണ്ട്. ഒരു ഫ്രഷ് നെയിം, ഫ്രഷ് കമ്പനി. പ്രിയങ്ക, ആറ്റുവാശ്ശേരി ക്രിയേഷൻസ് എന്ന് പേരിടാം. അതാവുമ്പോ താൻ നന്നായ അതിന്റെ കൂടെ ആറ്റുവാശ്ശേരി എന്ന പേരും പ്രസിദ്ധാവും. പിന്നെ തന്റെ അച്ഛനും അമ്മയൊക്കെ അഭിമാനിക്കുന്നത് അതിന്റെ പേരിലായിരിക്കും. ആറ്റുവാശ്ശേരി ക്രിയേഷൻസ്, അത് കൊള്ളാം ശരത്തെ. പിന്നെ പ്രിയങ്ക, ഞാനിതുവരെ 1-2 വലിയ ഡയറക്ടർമാരുമായിട്ട് അസോസിയേറ്റഡ് നിന്നിട്ടുണ്ട്. അവരുടെയൊക്കെ കാര്യങ്ങൾ നോക്കിയിരുന്നത് ഒരു പ്രസിദ്ധനായ ജോത്സ്യനാണ്, ദേവമംഗലം ബാലൻ തിരുമേനി. നമ്മുടെ പടത്തിന്റെ ഷൂട്ട് അദ്ദേഹം പറയുന്ന ഡേറ്റിന് ആരംഭിക്കണമെന്നാണ് ഞാൻ കരുതുന്നത്. അതിനെന്തെങ്കിലും വിരോധമുണ്ടോ? അതൊന്നുമില്ല സർ. പിന്നെ വേറൊരു കുഴപ്പമുണ്ട്. അദ്ദേഹത്തിനോട് മുഹൂർത്തം നോക്കാൻ പറഞ്ഞാൽ അദ്ദേഹം നമ്മുടെ സൗകര്യം നോക്കി കാത്തു നിൽക്കില്ല. ചിലപ്പോ പെട്ടെന്ന് തന്നെ ഒരു തീയതി പറഞ്ഞേക്കാം, ചിലപ്പോ കുറെ കാലം നീണ്ടുപോയേക്കാം. എനിക്ക് തന്നെ അക്കാര്യത്തിൽ ഒരു ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. എന്തായാലും പ്രിയങ്ക വില്ലിംഗ് ആണല്ലോ, അല്ലേ? അതെ സർ. ശരത്തെ, ഇനി ഞാനിവിടെ നിന്നാ ശരിയാവില്ല. ശരത്ത് ഇവരെയും കൂട്ടി കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കിക്കോ. പിന്നെ പ്രിയങ്ക, ഇവർക്കെല്ലാവർക്കും അഡ്വാൻസ് കൊടുക്കണം. രജിസ്ട്രേഷന്റെ കാര്യങ്ങൾ, പിന്നെ അതിന്റെയൊക്കെ ചെലവുകൾ. തൽക്കാലം ഒരു 1 കോടി രൂപ താൻ എന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തേക്ക്. സോറി ശരത്തെ, കമ്പനി ഫോമായി കമ്പനിയുടെ അക്കൗണ്ടിലൂടെ അല്ലാതെ പണം ഞാൻ ട്രാൻസ്ഫർ ചെയ്യില്ല. ഐ എം സോറി സർ. എനിക്ക് ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് ശരത്തിന് നന്നായിട്ട് അറിയാം. എങ്കിൽ ഞാൻ പോട്ടെ സർ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.